ഹായ്, പലപ്പോഴൊക്കെ നമ്മൾ പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് രാവിലെ പറ്റി. ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഇന്നലെ മരിച്ച ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജുനൈദിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജുനൈദിന് എന്താണ് സംഭവിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ആക്കിയത്. എനിവേ, എന്റെ വീഡിയോകളിൽ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അതറിയാം. ഞാൻ ഏതൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിലും, ഏതൊരു കോൺട്രവേഴ്സിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും, ഇനിയൊരു മരണവാർത്തയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷൻ നൽകാറുണ്ട്. അത് എത്ര പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ശരി, ഞാൻ ഇൻട്രൊഡക്ഷൻ നൽകും. അതെന്റെ ഒരു രീതിയാണ്. ഈ ഇൻട്രൊഡക്ഷൻ നൽകിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, സംഭവം എന്താണെന്നുള്ളത് വിവരിക്കും. അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം കൂടി പറയും. എന്നിട്ട് വിഷയം അവസാനിപ്പിക്കാറാണ് പതിവ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷങ്ങളോളായി ഏതൊരു ടോപ്പിക് എടുക്കുമ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇന്ന് ഞാൻ ജുനൈദ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഈ ഒരു പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജുനൈദിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നൽകുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിപ്പിച്ചു തരാം. ഇനി ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കാലത്ത് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ജുനൈദ്. അല്ലെ, ജുനൈദ് ആദ്യമായി ജനശ്രദ്ധയിൽപ്പെടുന്നത് മറ്റേ ജോസഫ് സിനിമയിലെ പാട്ടിന്റെ ഡാൻസ് കളിച്ചുകൊണ്ടാണ്. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ല, കണ്ട് സ്റ്റെപ്പ് കാണാപാടായി. വൺ ട്രോളുകളാണ് ഈ ഡാൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അല്ലേ, പലരും പറയുന്നത് ഈ പാട്ട് കണ്ടിട്ട് ഒരുപാട് കരഞ്ഞെങ്കിലും ഈ പാട്ട് കണ്ട് ആദ്യമായിട്ട് ചിരിക്കുന്നത് ഇങ്ങനെ ഡാൻസ് കണ്ടിട്ടാണെന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഡാൻസിന് ട്രോളുകൾ ഏറ്റുവാങ്ങാനുള്ള കാരണവും. പിന്നീട് ശ്രീകാന്ത് വെട്ടിയാർ അടക്കമുള്ളവർ ഇതിനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ചിരി വരാത്തവനും ഇങ്ങനെയുടെ ഡാൻസ് കണ്ടാണെങ്കിലും ഒന്ന് ചിരി വന്ന് പോകുന്നുള്ളതാണ്. എന്തായാലും ഈ ഡാൻസ് കളിച്ച് വൈറലായതോടെ ഇങ്ങനെ എന്താക്കി ഈ രീതിയിലുള്ള ഒരുപാട് ഡാൻസുകൾ ഇറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കളം നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു മരണപ്പെട്ട ജുനൈദിനെ കുറിച്ച് ഞാൻ പബ്ലിക്കിന് നൽകിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ജുനൈദിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടിക്കൂടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ അവിടെ ജുനൈദ് കളിച്ച ഡാൻസിന് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഈ ജുനൈദ് ഡാൻസ് കളിച്ച പാട്ടായിട്ടുള്ള വരാം ഞാൻ എന്നുള്ളത് കോപ്പറേറ്റ് ഉള്ള സോങ് ആണ്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീഡിയോയിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കരുതി ആക്ഷൻ കാണിച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ അവിടെ ആക്ഷൻ ആയിട്ട് അത് കാണിക്കുന്നത്. ഒരു പക്ഷേ ആ പാട്ട് കോപ്പറേറ്റ് അല്ലാത്ത സോങ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ പ്ലേ ചെയ്യിപ്പിച്ചേനെ. ആക്ച്വലി അങ്ങനെ കാണിക്കുക വഴി ഒരിക്കലും എന്റെ ഉദ്ദേശം ജുനൈദിനെ കളിയാക്കുകയോ അതല്ലെങ്കിൽ ജുനൈദിനെ മോശക്കാനായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല. ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു അങ്ങനെ. എനിവേ, ജുനൈദുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്ന് ജുനൈദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അങ്ങ് രാവിലെ 11 മണിക്ക് അപ്ലോഡ് ആക്കി. അങ്ങനെ അപ്ലോഡ് ആക്കിയതിനു ശേഷം ഞാൻ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയ സമയത്ത് ഏകദേശം 11:55 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോക്ക് 12K വ്യൂസ് ഉണ്ട്. വെറും 19 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും വ്യൂസ് കയറുന്നത്. അങ്ങനെ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന പലർക്കും ഞാൻ ഇങ്ങനെ ഒരു ജുനൈദിനെ കുറിച്ച് കൊടുത്തത് ഇഷ്ടമായിട്ടില്ല. പലരും എന്നെ പച്ചയ്ക്ക് ചീത്ത വിളിക്കാനും ഉപദേശിക്കാനൊക്കെ തുടങ്ങി. അന്നേരമാണ് ഞാൻ എനിക്ക് പറ്റിയ അമളയെ കുറിച്ച് ചിന്തിക്കുന്നത്. വേണ്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടില്ലായിരുന്നു വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല പബ്ലിക്കിൽ കൺവേ ആവുക. ചിലപ്പോഴൊക്കെ നമ്മൾ സീരിയസ് ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഫണ്ണി ആയിട്ട് മാറാറുണ്ട്. ഇനി ഫണ്ണ് ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോസോ കട്ട ചളിയായിട്ട് മാറാറുണ്ട്. ഒരു വീഡിയോ ഒക്കെ എനിക്ക് കട്ട ചളി അടിച്ചിട്ട് തെറി വരെ കേട്ടിരിക്കുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ ഒന്നും ഉദ്ദേശിക്കാണ്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് നല്ല തെറിവിളിയും കേൾക്കാറുണ്ട്. അതങ്ങനെയാണ്, ഇതൊരു സിനിമ റിലീസ് ചെയ്യുന്ന പോലെയാണ്. എന്തായാലും ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതല്ല പബ്ലിക്കിൽ കൺവേ ആയതെന്ന് മനസ്സിലാക്കിയ ഞാൻ എന്താക്കി, ആ വീഡിയോ അങ്ങ് പിൻവലിച്ച്. ഏകദേശം 11:50 ഞാൻ ആ വീഡിയോ പിൻവലിക്കുന്നത്. അതിനുശേഷം ഈ ഇൻട്രൊഡക്ഷന്റെ ഈ ആക്ഷൻ കാണിക്കുന്ന ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 12:15 ആകുമ്പോൾ ഞാൻ റീ അപ്ലോഡ് ചെയ്തു. അപ്പോഴൊക്കെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത്, ബ്രോ തെറ്റി തിരുത്തിയല്ലോ, നന്നായി എന്നുള്ള രീതിയിലെ കമന്റ്സ് ആയിരുന്നു. കയ്യിൽ നിന്ന് പോയൊരു സാധനത്തിന് തെറ്റി തിരുത്തിയതിന്റെ ഒരു ഹാപ്പിനെസ്സും ആ കമന്റ്സ് കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആദ്യമായിട്ടൊന്നല്ല നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. 1000 വീഡിയോ ഒക്കെ എടുക്കുക ഇങ്ങനെ സംഭവിക്കാറുണ്ട്. മുമ്പ് നമ്മുടെ പേളിമാണിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോൾ ആദ്യത്തെ കുഞ്ഞിനോട് തീരെ സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പുള്ളിക്കാരി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതേമാതിരി ചെയ്തപ്പോൾ എനിക്ക് വേണ്ടെന്ന് തോന്നി ഞാൻ പിൻവലിച്ചു. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരി സുധിച്ചേട്ടന്റെ വേർപ്പ് പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി വേണ്ടായിരുന്നു, ഈ വീഡിയോ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ എന്താക്കി ഞാൻ ആ വീഡിയോ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പിൻവലിച്ചപ്പോഴുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, പണ്ടെപ്പോഴും നടന്നൊരു കാര്യത്തിൽ ഇപ്പോഴും എന്നോട് മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കുന്ന ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വീഡിയോ പിൻവലിക്കുമ്പോൾ അവരുടെ ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരും. കൈസി വീഡിയോ മുക്കി,
ലക്ഷ്മി നക്ഷത്ര കൈസിനെ ഭീഷണിപ്പെടുത്തി, കൈസ് പേടിച്ച് തൂറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളന്ന് മൈൻഡ് ചെയ്യാൻ പോകാറില്ലായിരുന്നു. ആ മൈൻഡ് ആണെങ്കിൽ അതിന്റെ സമയം കാണത്തുള്ളൂ. എന്തായാലും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഞാൻ ജുനൈദിന്റെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷന്റെ ആ ഒരു സ്പെസിഫിക് ഭാഗം ഡിലീറ്റ് ആക്കിയിട്ട് വേറൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? എല്ലായ്പ്പോഴും എന്നോട് ഹേറ്റുള്ള റിയാക്ഷൻ വ്ലോഗേഴ്സ് എന്താക്കി ഇതേ പരിപാടി ഞാൻ ആവർത്തിച്ചു. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? പലരും ചെയ്ത വീഡിയോ നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആയി. ആയിക്കോട്ടെ, എനിക്കത് വിഷയമുള്ള കാര്യമില്ല. നമ്മൾ പലരെയും വിമർശിക്കാറുണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, വിമർശിച്ചോട്ടെ. പക്ഷെ ഇവരിവിടെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ ഒരു സ്പെസിഫിക് ഭാഗം മാത്രം അവരെടുത്ത് ബാക്കിയുള്ള ഭാഗം മുഴുവൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ആ ഭാഗം മാത്രം പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ഇവരങ്ങൊരു ഡയലോഗ് അടിച്ച്, ഗൈസ് ഇത് ജുനൈദിനെ കളിയാക്കാണ്, മരിച്ചവനെ കളിയാക്കാൻ നാണമില്ല ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു കണ്ടന്റ് അങ്ങ് ചെയ്തു. ഇനി ഇവർ എന്റെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയി അവരുടെ വീഡിയോയിൽ വെച്ച ഭാഗം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഭാഗം മാത്രം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്നോട് എന്ത് വികാരമായിരിക്കും തോന്നാന്ന് നിങ്ങൾ എന്നൊന്ന് പറയണേ. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. അല്ല കണ്ട് സ്റ്റെപ്പ് കാണാപാടായി. ഓക്കെ, ഇത് മാത്രം കേൾക്കുന്ന ഒരാൾക്ക് എന്നോട് എന്തായിരിക്കും തോന്നുക? അടിച്ച് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ടും ഇങ്ങനെ അറ്റുമൂലം കട്ട് ചെയ്ത് മറ്റുള്ളവർ അവരുടെ വീഡിയോയിൽ വന്ന് കാണിക്കുന്ന സമയത്ത് അത് കാണുന്ന ഓഡിയൻസിന് എന്ത് വികാരമായിരിക്കും ഉണ്ടാവുക? പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതെന്നെ ഇവിടെയും സംഭവിച്ചു. ഇനിയിപ്പോഴും ഞാൻ ജുനൈദിനെ മോശക്കാരനാക്കാൻ വേണ്ടിയാണ്, കളിയാക്കാൻ വേണ്ടിയാണ്, ട്രോളാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തതെന്ന് കരുതുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇതേ വീഡിയോയിലെ തന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് ജുനൈദിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാരും എവിടെയും കാണിച്ചിട്ടില്ല. ഞാൻ ആ ഭാഗങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഉള്ളത് പറയാലോ, ഞാൻ ഭയങ്കര ഷോക്കായി പോയി. എന്തോ വല്ലാത്തൊരു ഫീല്. ഞാൻ ഇങ്ങനെയുടെ സ്ഥിരം പ്രേക്ഷകരൊന്നുമല്ല. പക്ഷെ ഇടയ്ക്കിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുടെ ഡാൻസ് കയറി വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെയുടെ ഡാൻസുകൾ കാണാറുണ്ട്. അന്നേരം അടുത്തെന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇവരെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ സുഹൃത്തുക്കളൊക്കെ പൊട്ടിച്ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു എന്ന് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടെ വഴിയരികിലൊക്കെ വെച്ച് കാണുന്ന ഒരു വ്യക്തി മരണപ്പെട്ട പോലെ എന്തോ വല്ലാത്തൊരു ഫീൽ. ഇത് ഞാൻ ജെന്യുവിനായി മനസ്സിൽ തട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. സ്റ്റിൽ ഇപ്പോഴും ജുനൈദ് മരിച്ചതിൽ എനിക്ക് ചെറിയൊരു ഷോക്ക് ഉണ്ട്. കാരണം എവിടെയൊക്കെയോ വയരിക്കൽ വെച്ച് കാണുന്ന ഒരു വ്യക്തി നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് എനിക്ക് ഇപ്പോഴും ജുനൈദിനെ കുറിച്ചുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ച ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയും, ഞാൻ മാക്സിമം ആളെ താഴ്ത്തി കെട്ടി സംസാരിക്കാനല്ലേ നോക്കൂ. അപ്പൊ ഞാൻ ജുനൈദിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോട് കൂടി ചെയ്തവരെ ചെയ്ത പണി ഭയങ്കരമായിട്ട് ഏറ്റ് കേട്ടോ. അത് കണ്ട് ഒരുപാട് ആളുകൾ എന്നെ വന്ന് തെറി വിളിക്കാൻ തുടങ്ങി. മാത്രമല്ല 100ഓളം ആളുകൾ ഇതുവരെ എന്റെ ചാനൽ അൺസബ് ചെയ്തു പോവുകയും ചെയ്തു. എന്ന് കരുതി ഞാൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നല്ലതാണെന്ന് പറയില്ല കേട്ടോ. ഞാൻ ന്യായീകരിക്കല്ല. ഞാൻ ചെയ്ത പ്രവൃത്തി വളരെ മോശം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അങ്ങനെ ഉൾപ്പെടുത്തിയത് എന്റെ കയ്യിൽ നിന്ന് പോയ സാധനമാണ്. ഞാൻ അപ്പം തന്നെ ആ വീഡിയോ ഡിലീറ്റും ചെയ്ത് ആ ഭാഗം കട്ട് ചെയ്ത് റീ അപ്ലോഡും ചെയ്തു. ഞാനത് തിരുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് കാരണം ജുനൈദുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സോറി പറയാണ്. ഞാൻ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകളോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സോറി പറയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ ഭാഗം തിരുത്തിയെങ്കിലും പല ചാനലുകളിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോഷൻ കിടപ്പുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ജുനൈദുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ അത് കാണാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സോറി പറയുന്നത്. എനിവേ, മനുഷ്യന്മാരാണ് അല്ലേ, മിസ്റ്റേക്കുകൾ പറ്റും. പക്ഷേ മിസ്റ്റേക്കുകൾ പറ്റുന്ന സമയത്ത് നമ്മൾ തിരുത്താനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐ റിയലി സോറി ഫോർ എവറിത്തിങ്. ഇനി ഞാൻ ഇതൊക്കെ പറയുമ്പോഴും പലരും വന്ന് കമന്റ് ഇടാൻ ചാൻസ് ഉണ്ട്. നീ മറ്റുള്ളവരെ മിസ്റ്റേക്കുകൾ വെച്ച് അമ്മാനമാടി കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നീ ഇതൊന്നും ചിന്തിച്ചില്ലേ, നിനക്കും ഒരു കാലത്ത് മിസ്റ്റേക്ക് പറ്റുന്നു. ശരിയാണ്, ഞാൻ പലരും മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരാൾക്കെതിരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാൻ എപ്പോഴും ഒരു ഹെൽത്തി ക്രിറ്റിസിസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാറ്. എല്ലാ വിവാദങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ രണ്ട് ഭാഗങ്ങളും അഡ്രസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അത് കാരണം പലർക്കും നീതി ലഭിച്ചിട്ടുമുണ്ട്. അത് വേറെ കാര്യം. ഒന്നും വേണ്ട, ഞാൻ ഒരാൾക്കെതിരെയെങ്കിലും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ എന്നെ വിമർശിക്കുന്നവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ വിമർശിച്ചോളി, പക്ഷേ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്റെ കല്യാണി അടുത്ത് കഴിഞ്ഞതാണ്, അത് പലർക്കും അറിയാലോ. ഞാൻ കെട്ടിയ പെണ്ണിനെ വെച്ചും എന്തിനാ എന്റെ വീട്ടിലുള്ള ഒപ്പാനം വെച്ച് വരെ ഒരുത്തിന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അവനെ ചൂന്നെടുത്ത് കൊണ്ടുവന്ന് ഏറെ കയറ്റി വിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. എന്റെ മാന്യത കൊണ്ട് അത് ചെയ്യാത്തതാണ്. എനിക്ക് വലിയ ഷോഫിനോടൊന്നും വലിയ താല്പര്യമില്ല, ഉള്ളത് പറയാലോ. ഞാൻ ഡെയിലി എന്നെ കണ്ടന്റ് ചെയ്ത് എന്റെ കാര്യം നോക്കി പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കുറിച്ച് നിങ്ങൾ എന്തും പറഞ്ഞോളി, ഒരു വിഷയമില്ല. പക്ഷെ എന്റെ വീട്ടിലുള്ള ആൾക്കാർ ചൊറയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ വിവരം അറിയും മക്കളെ. ഇനിയും കൂടി എന്റെ വീട്ടുകാരെ വെച്ച് പറയുന്നത് ഒരു തവണ ആവർത്തിച്ച് കഴിഞ്ഞാണെങ്കിൽ ബാക്കി നമുക്ക് വരുന്നോർത്തിച്ച് കാണാം. ഇനി എന്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി ഞാൻ ഇത്തരം മിസ്റ്റേക്കുകൾ വരാതെ സൂക്ഷിക്കാം. നമ്മൾ ഓരോ വാക്കും സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ കയ്യിൽ നിന്ന് പോയിന്ന് മാത്രം. ഇനി അങ്ങോട്ട് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ഓരോ ടോപ്പിക്കും നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, ഒരു തവണ കൂടെ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ വേറെ ടോപ്പിക്കായിട്ട് പിന്നെ കാണാം.